കുടിവെള്ള കണക്ഷൻ ഇല്ലാത്തവർക്ക് സൗജന്യമായി കുടിവെള്ള കണക്ഷനുകൾ നൽകുന്ന കൊച്ചി നഗരസഭയുടെ അമൃതം പദ്ധതി അട്ടിമറിക്കപ്പെടുന്നുവെന്ന ആരോപണം. കരാർ യൂണിറ്റിന്റെ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരുടെയും സമീപനത്തിനെതിരെ കോൺഗ്രസ് കൊച്ചി സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണുമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധക്കാർ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് കൊച്ചി നഗരസഭയിലെ സാധാരണക്കാരായ കുടിവെള്ള കണക്ഷനുകളില്ലാത്ത ജനങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ള കണക്ഷനുകൾ നൽകുന്ന പദ്ധതിയാണ് അമൃതം പദ്ധതി. 30 വാർഡുകളിൽ നിന്നായി 12,000 പേർക്കാണ് കുടിവെള്ള കണക്ഷനുകൾ സൗജന്യമായി നൽകുന്നത്. എന്നാൽ കരാർ യൂണിറ്റിന്റെ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരുടെയും സമീപനത്തിനെതിരെ കോൺഗ്രസ് കൊച്ചി സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ഇതുവരെ വാട്ടർ അതോറിറ്റി കൈക്കൊണ്ട നടപടികൾ രേഖാമൂലം എഴുതി നൽകാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധക്കാർ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചത്. ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പശ്ചിമ കൊച്ചിയിൽ കുടിവെള്ള കണക്ഷൻ ഇല്ലാത്ത 12,000 കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ള കണക്ഷൻ നൽകുന്ന കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു പദ്ധതി അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊച്ചി മുമ്പോട്ട് പോകും. ഏകദേശം 12,000 കുടുംബങ്ങൾക്ക് പശ്ചിമ കൊച്ചിയിൽ 30 കോർപ്പറേഷൻ വാർഡുകളിൽ നിന്നായി സൗജന്യ കുടിവെള്ള കണക്ഷൻ കൊടുക്കേണ്ട പദ്ധതി കരാർ യൂണിയൻ്റെ ഒരു തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വേതനം തീരുമാനിക്കേണ്ട കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസങ്ങളായി ഇത് മുമ്പോട്ട് പോകാത്ത സാഹചര്യത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കുന്ന വാട്ടർ അതോറിറ്റി കരാറുകാരുടെ അതുപോലെ ബന്ധപ്പെട്ട അധികാരികളുടെ സമീപനത്തിനെതിരെയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചുകൊണ്ട് ഈ സമരവുമായി മുമ്പോട്ട് പോകുന്നത്. ഇതുവരെ വാട്ടർ അതോറിറ്റി കൈക്കൊണ്ട നടപടികൾ രേഖാമൂലം എഴുതി നൽകാമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. തമ്പി സുബ്രഹ്മണ്യം, PP ജേക്കബ്, അഭിലാഷ് തോപ്പിൽ, MH ഹരേഷ്, EJ അവറാച്ചൻ, CX ജൂഡ്, ജോൺസൺ, അരുൺകുമാർ, ഷീബ ഷാലി, പ്രത്യുഷ് പ്രസാദ്, ജോസി ചാണയിൽ, NJ ഡെക്ലസ്, മൈക്കിൾ മാളിയേക്കൽ, EM കുഞ്ഞപ്പൻ, TM ബിബി, KH റഫിയത്ത്, PG തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹരമായൊരിടം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഹക്കോ ലേക്ക് വ്യൂ ബാങ്കറ്റ് ഹാൾ, കല്ലൻചേരി റോഡ്, നോർത്ത് കുമ്പളങ്ങി, കൊച്ചിൻ 7. സ്വിമ്മിംഗ് കോച്ചിംഗ് ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെ.